അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന അതിപ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ്. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമുക്കെയും നിലകൊള്ളുന്നത്. ഈ മഹത്തായ മാസത്തിൽ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇനി മുതൽ ഒരിക്കലും പാഴാക്കാതെ നഷ്ടപ്പെടുത്താതെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, അതായത് നമുക്കുള്ള ഏറ്റവും വലിയൊരു പരാതിയാണ് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഒരു തെറ്റ് ചെയ്തു, പിന്നെ തൗബ ചെയ്തു, പിന്നെ ആ തെറ്റിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. ഹറാമ് കാണുന്നു, സ്ഥിരമായി ഹറാമ് കേൾക്കുന്നു. പരിശുദ്ധ റമളാനിലടക്കം തൗബ ചെയ്ത് പിരിഞ്ഞ് വീട്ടിലേക്ക് വന്ന് പിറ്റേ ദിവസം അതുവരേക്കും ചെയ്തിരുന്ന ആ ഒരു പാപത്തിൽ നിന്ന് പൂർണ്ണമായി ഒരിക്കലും ആ തെറ്റിലേക്ക് പോവില്ലെന്ന് ഉറപ്പോടുകൂടെ റബ്ബിനോട് തൗബ ചെയ്ത് വീട്ടിലേക്ക് മടങ്ങിയവനാണ്. പിന്നെയും പിറ്റേ ദിവസമാകുമ്പോൾ ആ തെറ്റിലേക്ക് തന്നെ പോകുന്നു, മടങ്ങുന്നു. മൊബൈലുകൾ അശ്ലീലം കാണുന്നു, വേണ്ടായ്മ കാണുന്നു, വേണ്ടാത്ത ചാറ്റിങ്ങിലായി ജീവിക്കുന്നു. എങ്കിൽ ആ ചെയ്ത തെറ്റിലേക്ക് ആ തെറ്റുകളോട് നമുക്ക് വെറുപ്പുണ്ടാവാൻ, ചെയ്യുന്ന തെറ്റുകളിലേക്ക് പിന്നൊരിക്കലും മടങ്ങാതിരിക്കാൻ, ആ തെറ്റിനോട് നമുക്ക് വല്ലാത്തൊരു വൈരാഗ്യം, ആ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഒരു പകയാണ് ആ തെറ്റിനോട്. തെറ്റ് നമുക്കൊരിക്കലും ചിന്തയിൽ വരാത്ത രൂപത്തിൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന മഹാനായ ഇമാം അശൈഖ് അബുൽ ഹസൻ സാദുലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ച നമുക്ക് സമ്മാനിച്ച വല്ലാത്ത മൂല്യമായ ഒരു പ്രാർത്ഥനയാണ്. മഹാനായ ഇമാം സാദുലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അറിയാത്തവരുണ്ടാവുകയില്ല. തങ്ങളെ നേരിട്ട് കണ്ട് അവിടുന്ന് സംസാരിച്ചിരുന്ന, അത് മാത്രമല്ല ഒരു ദിക്ർ, ഒരു പ്രാർത്ഥന, ഒരു സ്വലാത്ത് ചൊല്ലി അത് സമൂഹത്തിലേക്ക് ചൊല്ലിക്കൊടുക്കുന്നതിന് മുമ്പായി അവിടുന്ന് സമ്മതം ചോദിക്കുന്നത് ചൊല്ലണോ, ഇത് പറഞ്ഞു കൊടുക്കണോ, എന്താണ് തങ്ങൾ അവിടുന്ന് പറയുന്നത്, അങ്ങനെ ഉത്തരം കിട്ടിയതിന് ശേഷം അവിടുന്ന് പറഞ്ഞു കൊടുത്തിരുന്ന മഹാനാണ് ശൈഖ് അബുൽ ഹസൻ സാദുലി റളിയല്ലാഹു അൻഹു. മഹാനവരുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക തൗബത വദവാമഹ വനഊദു ബിക മിനൽ മഅസിയതി വഅസ്ബാബിഹ വദക്കിർനാ ബിൽ ഖൗഫി മിൻക ഖബല ഹുജൂമി ഖതറാതിഹ واحملنا على النجاة منها ومن التفكر في طرائقها وامحو من قلوبنا حلاوة ما اجتنيناه منها واستبدلها بالكراهة لها والطعم لما هو بضدها. ഈ പ്രാർത്ഥനയാണ്. അതിനർത്ഥം കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമുക്കതിന്റെ മധുരം കിട്ടും, ചൊല്ലുമ്പോൾ അതിന്റെ ടേസ്റ്റ് കിട്ടും. അതിനു വേണ്ടി അല്ലാഹുമ്മ ഇന്നാ നസ്അലുക തൗബത വദവാമഹ, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു തൗബയും ആ തൗബയിലുള്ള സ്ഥിരതയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. അല്ലാഹ് വനഊദു ബിക മിനൽ മഅസിയതി വഅസ്ബാബിഹ, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു, തെറ്റിൽ നിന്ന് കാവൽ തേടുന്നു. ആ തെറ്റുകൾ അത് വരുന്നതിന്റെ കാരണത്തിൽ നിന്നും അതിന്റെ സാഹചര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. വദക്കിർനാ ബിൽ ഖൗഫി മിൻക ഖബല ഹുജൂമി ഖതറാതിഹ, തെറ്റുകളുടെ അപകടം വരുന്നതിന് മുമ്പ് നിന്റെ പേടിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിന് നീ ബോധം നൽകണം. അല്ലാഹ് വഹ്മിൽനാ അലൻ നജാതി മിൻഹാ വമിനത് തഫക്കുരി ഫീ തറാഹിഖിഹാ, തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനും അതിന്റെ വഴികളെക്കുറിച്ച് ആലോചിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനും അതിന് പാകമായ രീതിയിൽ നമ്മെ നീ ചുമന്നു കൊണ്ടുപോകണം. ഒരു ഉമ്മ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് തെറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കുഴിയിലേക്ക് വീഴുന്ന സമയത്ത് ആ കുഞ്ഞിനെ ഉമ്മ ഏത് രൂപത്തിലാണ് കുഴിയിൽ നിന്ന് ഒരു രക്ഷപ്പെടുത്തുന്നത്, അതേപോലെ തന്നെ ഞാൻ തെറ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തെറ്റുകുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നെ നീ ഒന്ന് ചുമന്നു കൊണ്ടുപോകണം, എന്നെ രക്ഷപ്പെടുത്തണം. അതുപോലെയാണ്. അതേപോലെ തന്നെ വംഹു മിൻ ഖുലൂബിനാ അലാവത മജ്തനൈനാഹു മിൻഹാ, ചെയ്ത തെറ്റിന്റെ മധുരം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതാക്കണം, എടുത്തു കളയണം. വസ്തബ്ദിൽഹാ ബിൽ കറാഹതി ലഹാ വത്തുഹ്മി ലിമാ ഹുവ ബിദദ്ദിഹാ, തെറ്റുകളോടുള്ള വെറുപ്പ് ഞങ്ങൾക്ക് നീ ബദലാക്കണം, പകരമാക്കണം. അതേപോലെ തന്നെ തെറ്റിന്റെ വിപരീതത്തെ നമുക്ക് നീ മധുരം തരണം. തെറ്റിന്റെ വിപരീതം പറഞ്ഞാൽ നന്മയോടെ നമുക്ക് നീ മധുരം തരണം. അത്രയും അർത്ഥവത്തായ ഒരു പ്രാർത്ഥന പഠിച്ചു വെച്ച് ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഒന്നുകൂടി നിങ്ങൾക്കതൊന്ന് സാവധാനത്തോടു കൂടെ തന്നെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക തൗബത വദവാമഹ
ونعوذ بك من المعصية وأسبابها وذكرنا بالخوف منك قبل هجوم خطراتها واحملنا على النجاة منها ومن التفكر في طرائقها وامحو من قلوبنا حلاوة ما اجتنيناه منها واستبدلها بالكراهة لها والتهم لما هو بضدها. الله എല്ലാം കബൂൽ ചെയ്യട്ടെ.